ഇന്ത്യയുടെ ഡിജിറ്റൽ സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു തദ്ദേശീയ പണമിടപാട് സംവിധാനമാണ് UPI. പണമിടപാടുകൾക്ക് UPI സംവിധാനം ആശ്രയിക്കാത്തവർ കുറവാണ്. ഒട്ടുമിക്ക ആളുകളും ആശ്രയിക്കുന്നത് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ പേടിഎമ്മോ തുടങ്ങി ഏതെങ്കിലും ആപ്പുകളായിരിക്കും. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച ഈ സംവിധാനം ബാങ്കുകൾ വഴിയുള്ള പണമിടപാടുകളെ അങ്ങേയറ്റം ലളിതവും സുരക്ഷിതവുമാക്കുന്നു. ബില്ലുകൾ അടയ്ക്കുന്നതിനും ഫോൺ റീചാർജ് ചെയ്യുന്നതിനും തുടങ്ങി ദൈനംദിന ഇടപാടുകൾക്ക് പണം കയ്യിൽ കൊണ്ടു നടക്കേണ്ട ഒരാവശ്യം ഇപ്പോഴില്ല. എന്തിനും ഏതിനും UPI ഉപയോഗിക്കുന്ന ഈ കാലത്ത് UPI ആപ്പിൽ പേരോ നമ്പറോ സെർച്ച് ചെയ്ത് പണം അയക്കുമ്പോൾ അബദ്ധത്തിൽ മറ്റൊരാൾക്ക് പോയാൽ നമ്മൾ എന്തു ചെയ്യും? പണം എങ്ങനെ തിരികെ കിട്ടും? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അബദ്ധത്തിൽ പണം മറ്റൊരാൾക്ക് അയച്ചു പോയാൽ ആദ്യം തന്നെ ആ അക്കൗണ്ട് ഉടമയെ ബന്ധപ്പെടുക, പണം വന്ന കാര്യം അറിയിച്ച് അത് തിരികെ നൽകാൻ അവന്റെ കാല് പിടിച്ചായാലും ശരി തന്നെ പറയുക. ആ വ്യക്തി പണം തിരികെ തരാൻ തയ്യാറായില്ലെങ്കിൽ ഉപയോഗിച്ച UPI ആപ്പ്, അതായത് GPay അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ ബാങ്ക് വഴിയോ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മുഖാന്തരമോ പരാതി നൽകാൻ സാധിക്കും. മാന്യന്മാരാണെങ്കിൽ ആ പണം അന്നേരം തന്നെ തിരിച്ചയച്ചു തരും. ഇല്ലെങ്കിൽ മാത്രം ഈ പരാതിയുമായി മുന്നോട്ട് പോവുക. ഇതിന് പണം അയച്ചതിന്റെ തെളിവ് സ്ക്രീൻഷോട്ടായോ മറ്റേതെങ്കിലും രീതിയിലോ സൂക്ഷിക്കണം. അയച്ച തുക, സമയം, ട്രാൻസാക്ഷൻ നമ്പർ, UTR നമ്പർ, കൂടാതെ അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ സൂക്ഷിച്ചു വെക്കണം. UPI ആപ്പുകളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെട്ട് കാര്യം പറയുകയാണ് അടുത്ത നടപടി. ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പുകളിലുണ്ട്. ട്രാൻസാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ UPI ആപ്പിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായും നടപടി ഉണ്ടാകും. കസ്റ്റമർ കെയറിൽ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെങ്കിൽ UPI ഇടപാടുകൾ നിയന്ത്രിക്കുന്ന NCPI അതിൽ ബന്ധപ്പെടണം. 1800 120 1740 ഈ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ച് തെറ്റായി സംഭവിച്ച ഇടപാടിന്റെ എല്ലാ വിവരങ്ങളും അറിയിക്കണം. NCPI നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെടുകയും അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് കണ്ടെത്തിയാൽ പണം തിരികെ ട്രാൻസ്ഫർ ചെയ്യാൻ ബാങ്കിന് നിർദ്ദേശം നൽകുകയും ചെയ്യും. അപ്പോഴെങ്ങനെ? പണം തെറ്റി അയച്ചാൽ ഇനി ടെൻഷൻ വേണ്ട, തിരികെ കിട്ടുമെന്ന് മനസ്സിലായില്ലേ?